ലൈംഗിക ആരോപണ വിവാദത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവ്യറിന്റെ വീട്ടിലാണ് രാഹുൽ ആദ്യം എത്തിയത്. തുടർന്ന് നഗരത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളും രാഹുൽ സന്ദർശിച്ചു. മണ്ണാർക്കാട്ടെ മരണ വീട്ടിലും രാഹുൽ അല്പസമയത്തിനകം എത്തും. പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് MLA ഓഫീസിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളായിരുന്നു രാഹുലിനെതിരെ ഉയർന്നത്. സാജിദ് അജ്മൽ വിവരങ്ങളുമായി. സാജിദ്, ഇപ്പോൾ രാഹുൽ എവിടെയാണ്? അജിംസ്, രാഹുൽ തെങ്കരയിലെ പൗലോസ് ഇന്ന് പുലർച്ചെയാണ് പൗലോസ് എന്ന മുൻ KPCC സെക്രട്ടറി അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ അട്ടപ്പാടി റോഡിലാണ് അദ്ദേഹത്തിന്റെ വീട്, തെങ്കരയിലാണ് വീട്. ഇതിൽ അട്ടപ്പാടി റോഡ് തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ കാഞ്ഞിരപ്പുഴ റോഡ് വഴിയാണ് അദ്ദേഹം പോകുന്നത്. നമുക്കറിയാം, ഈ തുടക്കത്തിൽ അദ്ദേഹത്തിനൊപ്പം പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല. പോലീസിന് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പിന്നീട് കല്ലടിക്കോട് എത്തിയതോടുകൂടി കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിലെ ഈ 2 പോലീസ് ജീപ്പ് അദ്ദേഹത്തെ അനുഗമിച്ചു. പിന്നീട് മണ്ണാർക്കാട് പോലീസും മണ്ണാർക്കാട് SHOയുടെ വാഹനം നമുക്ക് തൊട്ട് മുൻപിലായി കാണാം. മണ്ണാർക്കാട് പോലീസും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഈ അന്തരിച്ച പൗലോസിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം നേരെ എത്തിയത് ആദ്യം നമ്മളെ എല്ലാം തന്നെ അറിയിച്ചിരുന്നത് MLA ഓഫീസിലേക്ക് എത്തും, പിന്നീട് ഈ മരിച്ച വീടുകളിലേക്ക് പോകും എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം ഈ മുൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ സേവ്യറിന്റെ സഹോദരൻ മരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ആദ്യം സേവ്യറിന്റെ വീട്ടിലേക്കും പിന്നീട് അതിന് സമീപത്തുള്ള മറ്റൊരു മരണ വീട്ടിലും സന്ദർശിച്ചു. ഇപ്പോൾ ഈ മണ്ണാർക്കാട് തെങ്കരയിലെ PJ പൗലോസിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം പോകുന്നത്. നമുക്കറിയാം, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും വരെ പ്രതിഷേധം എന്ന് BJP പറഞ്ഞിരുന്നു. രാഹുൽ DYFIയുടെ സമരം എന്താണെന്ന് കൃത്യമായി അറിയും എന്നുള്ളതാണ് DYFI പറഞ്ഞിരുന്നത്. എന്നാൽ അത്തരം സമരങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്ന് ഈ കുറച്ച് സമയത്തിനുള്ളിൽ സമരം സംവിധാനിക്കാൻ ഈ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഈ രാഹുൽ മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുന്നതോടുകൂടി പ്രതിഷേധത്തിനുള്ളൊരു സാധ്യത ഉണ്ട്. അതിന് കാരണം അദ്ദേഹം ഈ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഔദ്യോഗിക പരിപാടി രാഹുലിന് ഇന്ന് ഇല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക MLA ഓഫീസിലേക്ക് പോകും. അതിനെ BJP എങ്ങനെ നേരിടും, DYFI അതിന് പ്രതിഷേധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയാനുള്ളത്. അതിൽ ഈ ജനാധിപത്യ പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകും. അത് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് രാഹുലിന്റെ നിലപാട്. എന്തായാലും ഈ കോൺഗ്രസിന്റെ ചില പ്രവർത്തകർ മാത്രമാണ് രാഹുലിനൊപ്പം നിലവിലുള്ളത്. MLA ഓഫീസിലേക്ക് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാം തന്നെ ഈ പ്രാദേശിക നേതാക്കളും സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെയുള്ളവർ എത്താനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ റിയാസുദ്ദീൻ ചേരുന്നു നമ്മൾ ടെലിഫോണിൽ. റിയാസി, രാഹുൽ എത്തിയാൽ നിങ്ങൾ എങ്ങനെ പ്രതിഷേധിക്കും? രാഹുൽ പാലക്കാട് വരുന്നതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമല്ല. MLA എന്ന നിലയ്ക്ക് കഴിഞ്ഞ 38 ദിവസമായി പാലക്കാടിന് MLA ഇല്ല. അങ്ങനെ ഒരു MLA പാലക്കാട് ഏറെ ഇടവേളയ്ക്ക് ശേഷം വരികയാണെങ്കിൽ തന്നെ അദ്ദേഹം ആദ്യം വരേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിലാണ്. ആ ഭാഗത്ത് എവിടെയും വന്നതായിട്ട് ഞങ്ങളുടെ അറിവില്ല. പിന്നെ പൊതുപരിപാടികളിൽ MLA എന്ന നിലയ്ക്ക്, പാലക്കാടിന്റെ MLA എന്ന നിലയ്ക്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തൽക്ഷണം നടപടിയെടുത്ത് മാറ്റി നിർത്തിയ, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയ, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അവര് ഒരുപക്ഷെ അവർക്ക് പോലും വേണ്ട എന്ന് പ്രഖ്യാപിച്ച ഒരു ക്രിമിനലായിട്ടുള്ള ഒരാളെ, അങ്ങേയറ്റം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ ഈ പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ MLA ആയി അംഗീകരിക്കില്ല എന്നാണ് DYFI അന്നും ഇന്നും വളരെ കൃത്യമായി പറയുന്നത്. അതിനർത്ഥം രാഹുൽ പാലക്കാട് വരാൻ പറ്റില്ല. പാലക്കാട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ വരാൻ പോകുക, അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വകാര്യമായ കാര്യം. മറിച്ച് പൊതുപരിപാടികളിൽ MLA എന്ന നിലയ്ക്ക് അദ്ദേഹം ഇവിടെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ ഉയർന്നു വരും. ജനങ്ങൾക്കിടയിൽ നിന്ന്, പാലക്കാട്ടെ വോട്ടർമാർക്കിടയിൽ നിന്ന്, ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ നിന്ന് പാലക്കാടിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ വിവിധ വിഭാഗം മനുഷ്യർക്കിടയിൽ നിന്ന് ഉയർന്നു വരും. ആ പ്രതിഷേധങ്ങളുടെ നേതൃത്വമായി DYFI അതിന്റെ ഭാഗമാവും, അതിൽ സംശയമൊന്നുമില്ല. പൊതുപരിപാടികളിൽ ഒരു MLA ഒരു മണ്ഡലത്തെ പ്രതികരിച്ച് 38 ദിവസമായി മാറി നിൽക്കുന്ന ഒരു MLA
ഇപ്പോ അദ്ദേഹത്തിൻ്റെതല്ലാത്ത ഒരു വാഹനത്തിൽ ചില ക്രിമിനലുകളുടെ എല്ലാം അകമ്പടിയോട് കൂടി കോൺഗ്രസിലെ തന്നെ ചില ക്രിമിനലുകളുടെ എല്ലാം അകമ്പടിയോടുകൂടി ഇപ്പൊ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് പോവാൻ കാത്തു നിൽക്കുകയായിരുന്നു, പ്രിയങ്ക ഗാന്ധി മാറാൻ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ ചില തീരുമാനങ്ങളൊക്കെ ആവാം, അതൊക്കെ അവരുടെ കാര്യം. ഇവിടെ വരുന്നു, ഇവിടെ ഇപ്പോ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം പാലക്കാട് ഉണ്ട് എന്നറിയുന്നു. പക്ഷെ ഒരു പൊതുപരിപാടിയിൽ ആ രീതിയിലേക്ക് പങ്കെടുത്താൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. അങ്ങനെ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നത്. ശരി, റിയാസ്. താജിദ്, ഇപ്പോൾ രാഹുൽ എവിടെയാണുള്ളത്? അജിംസ്, ഇപ്പോൾ കാഞ്ഞിരപ്പുഴ പുഞ്ചക്കോടുള്ള ജോയ് എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലാണ് രാഹുൽ ഉള്ളത്. എന്തിനാണ് അദ്ദേഹം ഇങ്ങോട്ട് ഒരു സന്ദർശനത്തിന് വേണ്ടി വന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പിന്നീട് തെങ്കരയിലേക്കാണ് പോവുക. തെങ്കരയാണ് ഈ മരിച്ച ഈ പൗലോസിന്റെ വീട് ഉള്ളത്. ഇവിടെ എന്തായാലും ഈ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം ഈ ജോയ്, ഇവിടെ ഈ കരിമ്പയിലെയും കാരാകുർശിയിലെയും മറ്റും ഈ കോൺഗ്രസിന്റെ ചില പ്രവർത്തകർ കൂടി ഇവിടെ ഉണ്ട്.